ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്. ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു, 5 വീക്സ് ആയി പറഞ്ഞു. ബീറ്റ HCG 36,032 ആണ്. ഇത് നോർമൽ ആണോ? അപ്പൊ നോർമൽ ആണ്, പ്രഗ്നന്റ് ആണ്, കോൺഗ്രാറ്റ്സ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, ഒരു സ്കാനിങ് നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റും ആവശ്യമെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ ടാബ്ലറ്റും കഴിക്കേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്. ഹായ് ചേച്ചി, IVF കഴിഞ്ഞ് 13th ഡേ ബീറ്റ HCG വാല്യൂ 838 ആണ്. ഇത് നോർമൽ ആണോ? പ്ലീസ് ഒന്ന് റിപ്ലൈ തരുമോ? അപ്പോൾ IVF കഴിഞ്ഞ 13th ഡേ 838 എന്ന് പറഞ്ഞ വാല്യൂ വളരെ വളരെ നല്ല വാല്യൂ ആണ്, നോർമൽ ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ കോൺഗ്രാറ്റ്സ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഞാൻ റിപ്പീറ്റ് പറയുന്നില്ല, ലാഗ് ആവും, അതുകൊണ്ടാണ്. അടുത്ത ചോദ്യമാണ്. ചേച്ചി, എൻ്റെ LMP Feb 8 മാർച്ച് 8 പോസിറ്റീവ് കാണിച്ചു. 13 HCG 232 ആയിരുന്നു. വീണ്ടും 15 ടെസ്റ്റ് ചെയ്തപ്പോൾ 343 ആയിട്ടുള്ളൂ. ഞാൻ പ്രഗ്നന്റ് ആണോ? സ്കാനിങ്ങിൽ ഒന്നും കാണുന്നില്ല, ചെറിയ തടിപ്പ് പോലെ യൂട്രസിലുണ്ട്. 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും പ്രഗ്നന്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ഹെൽത്തി ആണോ അല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോർമലി ബീറ്റ HCG വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ വാല്യൂ ഡബിൾ ആകുകയാണ് നോർമൽ ഹെൽത്തി പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇൻക്രീസ് ആകുന്നുണ്ട്, പക്ഷെ അത് ഡബിൾ ആകുന്നില്ല. അപ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ വാല്യൂ നമ്മൾ നോക്കും. അങ്ങനെയല്ല എങ്കിൽ ഒരു പ്രാവശ്യം സ്കാനിങ് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ സ്കാനിങ്ങും ചെയ്ത് നോക്കി, അവിടെയും നമുക്ക് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി ഹെൽത്തി ആണോ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും സോനോഗ്രഫി ചെയ്ത് നോക്കും. അപ്പോൾ ആ സോനോഗ്രഫിയിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും മറ്റു കാര്യങ്ങളും എല്ലാം ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ്. ഇപ്പോഴും വന്ന് HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 603.25. ഇത് നോർമൽ തന്നെയാണോ? അപ്പൊ നോർമൽ തന്നെയാണ്, കോൺഗ്രാറ്റ്സ്, പോസിറ്റീവ് ആണ്, ഡോക്ടറെ കാണിക്കുക. അടുത്തത് ഇന്നത്തെ കമന്റ് ഓഫ് ദ ഡേ ആണ്. കമന്റ് ഓഫ് ദ ഡേ ആയിട്ട് പിക്ക് ചെയ്തിരിക്കുന്നത് മീനുന്റെ കമന്റ് ആണ്. ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട 1000 വീഡിയോകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങളുടെ വീഡിയോ എനിക്ക് 100% യഥാർത്ഥ സംതൃപ്തി നൽകി. ഈ ഒരു കമന്റ് വായിച്ചപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി മുതൽ നമുക്ക് നിങ്ങൾ കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് ഒരു കമന്റ് പിക്ക് ചെയ്ത് കമന്റ് ഓഫ് ദ ഡേ ആയിട്ട് വീഡിയോയുടെ ഇടയിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്. HCG ഫസ്റ്റ് ടെസ്റ്റിൽ 28 ആയിരുന്നു. 48 hours കഴിഞ്ഞ് നോക്കിയപ്പോൾ 19 ആയി കുറഞ്ഞു. ഇതിനെയും കൂടാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി ആകാൻ ചാൻസ് ഇല്ല, ബയോകെമിക്കൽ പ്രഗ്നൻസി ആകാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു വാല്യൂ കൂടാനായിട്ട് ചാൻസ് ഇല്ല, കുറഞ്ഞു കുറഞ്ഞു പോകാനേ ചാൻസ് ഉള്ളൂ. അടുത്ത ചോദ്യമാണ്. My menstruation was on December 30, 2023. March 13, 2024. My beta HCG shows 8,443. ഈസ് ഇറ്റ് ഹെൽത്തി പ്രഗ്നൻസി ഓർ നോട്ട്? അപ്പോൾ ഇത് ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് നമുക്ക് കൺഫേം ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കണം, ഒരു സ്കാനിങ് നടത്തേണ്ടി വരും. സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും മറ്റും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. അതുവരെ നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം നമ്മുടെ വാല്യൂ കുറച്ച് ലോ ആണ്. പക്ഷേ എന്നാലും ഹെൽത്തി പ്രഗ്നൻസി അല്ല എന്നോർത്ത് പേടിക്കേണ്ട ആവശ്യവുമില്ല. അടുത്ത ചോദ്യമാണ്. My beta HCG is 360. Is it positive? അപ്പോൾ തീർച്ചയായിട്ടും വാല്യൂ പോസിറ്റീവ് തന്നെയാണ്. കോൺഗ്രാറ്റ്സ്. അപ്പോൾ ഡോക്ടറെ റിപ്പോർട്ട് കാണിക്കുക. അടുത്ത ചോദ്യമാണ്. ഹായ്, മൈ ബീറ്റ HCG ലെവൽ ഇസ് ലെസ് ദാൻ 5 on day before periods date. Still there is no periods and pregnancy symptoms. അപ്പോൾ പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ ഉള്ളത് കൊണ്ടും പീരിയഡ്സ് ഇതുവരെ ആകാത്തത് കൊണ്ടും എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 days വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും പോസിറ്റീവ് ആണെങ്കിൽ ആ വാല്യൂ റിപ്പോർട്ടിനകത്ത് കാണിക്കും. അടുത്ത ചോദ്യമാണ്.
Before missed period, beta HCG less than 5. Is it possible to positive after few days? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പീരീഡ്സ് മിസ്സായതിനു ശേഷം മാത്രം ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് പീരീഡ്സ് മിസ്സാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ആ വാല്യൂ നമുക്ക് ഡിറ്റക്റ്റ് ആകില്ല. നമുക്ക് വാല്യൂ നെഗറ്റീവ് ആയിട്ടായിരിക്കും ഡിറ്റക്റ്റ് ആകുന്നത്. അപ്പോൾ പീരീഡ്സ് മിസ്സായതിനു ശേഷം ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ആ ടെസ്റ്റിലൂടെ തന്നെ സാധിക്കും. അടുത്ത ചോദ്യമാണ് 822.50 റിസൾട്ട്സ്. അപ്പോൾ 822.50 എന്ന് പറയുന്ന ബീറ്റ HCG വാല്യൂ തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ്. കോൺഗ്രാറ്റ്സ് ഡോക്ടറെ റിപ്പോർട്ട് കാണിക്കുക. അടുത്ത ചോദ്യമാണ് മാം HCG വാല്യൂ ഈസ് 1.2. ഈസ് ഇറ്റ് പ്രഗ്നന്റ്? അപ്പോൾ HCG വാല്യൂ 1.2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് നോട്ട് പ്രഗ്നന്റ്. അടുത്ത ചോദ്യമാണ് Hello ma'am, my LMP is 25/1/2024. Today my beta HCG level is 8500. Is this normal? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാല്യൂ നോർമൽ തന്നെയാണ്, പോസിറ്റീവ് ആണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് കാണിക്കുക. അടുത്ത ചോദ്യമാണ് 9.4 നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ 9.4 ബീറ്റ HCG വാല്യൂ എന്ന് പറയുന്നത് കൺഫേം ആയിട്ട് നമുക്ക് നെഗറ്റീവ് ആണ് എന്നും പറയാൻ സാധിക്കില്ല, കൺഫേം ആയിട്ട് പോസിറ്റീവ് ആണ് എന്നും പറയാൻ സാധിക്കില്ല. ആക്ച്വലി ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് വീക്ക്ലി പോസിറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ബീറ്റ HCG ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണ് എങ്കിൽ വാല്യൂ ഡബിൾ ആകും. ഇനിയും വാല്യൂ ഡബിൾ ആകുന്നില്ല, ജസ്റ്റ് ഇൻക്രീസ് മാത്രമേ ആകുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ബീറ്റ HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം സ്കാനിങ്ങും ചെയ്യേണ്ടി വരും. ഇനിയും വാല്യൂ ഡബിൾ ആകുന്നില്ല, ഇൻക്രീസും ആകുന്നില്ല, ഡിക്രീസ് ആണ് ആകുന്നതെങ്കിൽ നമ്മുടേതൊരു ബയോകെമിക്കൽ പ്രഗ്നൻസി ആകാനാണ് സാധ്യത. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ് ആഫ്റ്റർ മിസ്സിംഗ് പീരീഡ് ഓഫ് 70 days ബീറ്റ HCG ടെസ്റ്റ് റിസൾട്ട് വാസ് 5.13 and 1 month later means after 100 days beta HCG repeat test was less than 2.39. Before the test, all urine home test and urine lab test was negative. Age 58. What is the result? Positive or negative? തീർച്ചയായിട്ടും നെഗറ്റീവ് തന്നെയാണ്. നമുക്ക് പീരീഡ്സ് എന്താണ് മിസ്സായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെനോപോസിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പോൾ അതെന്തായാലും ഡോക്ടറെ കണ്ടൊന്ന് കൺഫേം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് ഉത്തരം പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ട്സിൻ്റെ ഉള്ള ആൻസർ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ചാനലിൽ നിങ്ങൾ ഇനിയും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലസ് യു ഡിയേഴ്സ്.